ഗൈസ്, ഇതാണ് പിരിയൽ കടവ്. പിരിയൽ കടവ് എന്ന് കേൾക്കുമ്പം ഇവിടെ നിന്നാണ് കുറുവ ദ്വീപിൻ്റെ ആരംഭം. ഇതൊക്കെ ഇവിടെയുള്ള ആളുകളാണ് കേട്ടോ. ഇവരൊക്കെ ഇവിടെയുള്ള സ്ഥലവാസികളായ ആളുകളാണ്. അവർ പുളി പറിക്കുകയാണ്. കബനി പിരിഞ്ഞൊഴുകുന്നതാണ് അവിടെ. ഒഴുകുന്ന ഒരു ഭാഗം ഇങ്ങോട്ട് പോകുന്നു, ഒരു ഭാഗം ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. പിരിയൽ കടവ് കബനി മുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് പിരിഞ്ഞിട്ട് വീണ്ടും കുറുവ ദ്വീപായിട്ട് പോവുകയാണ്. ഇവിടെ നിന്നാണ് ചെറിയ ദ്വീപ് രൂപം കൊള്ളുന്നത്. 4-5 ദ്വീപുകളായിട്ടിങ്ങനെ തിരിഞ്ഞു പോകും കബനി. ഇവിടെ പിരിയൽ കടവ്, പേര് കൂടൽക്കടവ് തന്നെയാണ്. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. പിരിയൽ കടവെന്നും പറയുന്നവരുമുണ്ട്. കണ്ടോ, ഇവിടെ നിന്നാണ് രണ്ടായിട്ട് പിരിഞ്ഞത്. ഇനി ഉള്ളിലേക്ക് കയറുമ്പോൾ വീണ്ടും ഇത് പിരിയും. 2-3 ഒക്കെ പോകും. ദ്വീപിൽ പോയിട്ടുള്ളവർക്കറിയാം അങ്ങനെ പിരിഞ്ഞൊഴുകുന്നു. മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കാം. അപ്പുറത്ത് കാടാണ്, ഈ സൈഡ് ഫുള്ള് കാടാണ്. ഈ ഭാഗം മാത്രം ജനവാസ മേഖല. മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വെള്ളത്തിലാവും. ഈ ഭാഗമൊക്കെ കരഭാഗങ്ങളൊക്കെ വെള്ളത്തിലാവും. ഇവരെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നിന്നാണ് പെരിയ 2 നദിയായിട്ട് പോകാൻ തുടങ്ങും. 1 മാസം മുമ്പ് വരെ ഇതിലൂടെയൊക്കെ ഇറങ്ങി നടക്കാമായിരുന്നു നമുക്ക്. ഇപ്പം ഇറങ്ങി പോകാൻ പറ്റില്ല. 1 മാസം മുമ്പ് വന്ന് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട്. 1 മാസം മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്, എന്നിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അത് നോക്കിയാൽ കിട്ടുന്നതാണ്. ഇത് ഈ ഭാഗം എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റീൻ്റെ ഇതാണ്. ഇതൊക്കെ കണ്ടത്. ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കരയിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു. കണ്ടോ, ഈ കാണുന്ന കാഴ്ചയൊന്നുമല്ല, അവിടെ നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ്. നിറയെ ആളുകളും ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. മീൻ പിടിക്കുന്നവരുണ്ട്, മീനൊക്കെ അത്യാവശ്യം കിട്ടുന്നുമുണ്ട്. വെള്ളം കരയ്ക്കൊക്കെ കയറി. കണ്ടോ, ആ ചെറിയ തുരുത്തുകളൊക്കെ കാണാം. വെള്ളമാണ്. 2 പുഴ ചേരുകയാണ്. പനമരം പുഴയും മാനന്തവാടി പുഴയും കബനിയായിട്ട് ഒഴുകുകയാണ് താഴേക്ക്. മുകളിൽ അവരുടെ പമ്പ് ഹൗസ് കണ്ടോ. ആ തുരുത്തി കൂടിയൊക്കെ നമ്മൾ ഇറങ്ങി നടന്നിട്ടുണ്ട് ആദ്യം വന്നപ്പോൾ. അപ്പം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ ആർക്കും കഴിയില്ല. റോട്ടിലേക്കൊക്കെ വെള്ളം കയറി കഴിഞ്ഞു. ഇപ്പോൾ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കയറാൻ നല്ല ഒഴുക്കും. ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നത് കൂടൽക്കടവ് എന്ന് പറഞ്ഞാൽ ആ കെട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു അണക്കെട്ടുണ്ട് ചെറുതായിട്ട്, ചെക്കിടം. ആ ഭാഗത്തേക്കാണ് ഇനി നമ്മളിങ്ങനെ പോകുന്നത്. ഇവിടെ ഒരു ചെങ്ങാടമൊക്കെ ഉണ്ട്. കണ്ടോ, മഴയില്ലാത്ത സമയത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ചെങ്ങാടം. നിറയെ മാലിന്യങ്ങൾ, കുപ്പിയൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞെടുക്കുക. വയനാട് മുഴുവനായിട്ടും ക്ലീൻ സിറ്റി എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ എന്താണോ ഇതുവരെ ക്ലീൻ ആയിട്ടില്ല. ക്ലീനിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബത്തേരി ക്ലീനാന്ന് പറയുന്നത് ഞാൻ ചെന്ന് നോക്കിയല്ല അറിയാം. അത്ര വലിയ ക്ലീനല്ല അവിടെ. കണ്ടോ, നിറയെ മാലിന്യങ്ങളാണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അതിലൂടെയൊക്കെ ഇറങ്ങി നടക്കരുന്ന മാറ്റിൻ്റെ ഒട്ട് കൂടി.
നല്ല കാഴ്ചയാണ്. അടുത്ത് വന്ന് നോക്കണം നമ്മൾ. വല്ലപ്പോഴൊക്കെ വന്നിട്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. ഇത് ചിലവില്ലാണ്ട് ഇവിടെ വരുന്നത് നമുക്കധികം ചിലവ് വരില്ല. ഇതാ ആ ചെക്ക് ഡാം ഉണ്ടായിരുന്ന സ്ഥലം ഭയങ്കര ഇതാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്ന്. ഇവരൊക്കെ സംസാരിക്കുന്ന വേറെ കന്നഡ ഭാഷയൊക്കെ സംസാരിക്കുന്നത്. ഇതാ ഇതിലേക്കൂടി നമുക്ക് അക്കരെ സൈഡിലെ കാട്ടിലേക്ക് പോകാമായിരുന്നു പണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ കിട്ടില്ല. ഭയങ്കര ഒഴുക്കും ഭയങ്കര ശബ്ദം. അങ്ങോട്ട് പോകാൻ പറ്റില്ല. കൂടൽക്കടവ് ആർച്ച് ഡാമാണ്. സുഹൃത്തുക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചെയ്യുമല്ലോ അല്ലേ? ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അക്കരെ പോയി കഴിഞ്ഞാൽ കാണായിരുന്നു. ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടി കവിഞ്ഞൊഴുകുകയാണ് വെള്ളം. എന്തായിരിക്കും ഇപ്പോൾ വെള്ളത്തിൻ്റെ സ്ഥിതി എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർച്ച് ഡാം തന്നെ, സോറി, ചെക്ക് ഡാം. ഇതാണ്, ഇവിടെ നിന്നാണ് പുഴകൾ രണ്ടും ചേരുന്നത്. പനമരം പുഴയും മാനന്തവാടി പുഴയും വന്ന് ഇവിടെ നിന്നാണ് ചേരുന്നത്. ഇവിടെ മുതലാണ് കബനി ആയിട്ട് രൂപപ്പെടുന്നത്. അതുവരെ ഒന്ന് പനമരം പുഴ, ഒന്ന് മാനന്തവാടി പുഴയായിരുന്നു. ഉണ്ടോ? ഇവിടെ മുതൽ കബനിയാവുകയാണ്. ഈ കബനിയാണ് താഴെ ചെന്നിട്ട് വീണ്ടും പിരിഞ്ഞ് 4-5 നദികളായിട്ട് ഒഴുകി ദ്വീപിൽ, പിന്നെ ദ്വീപിൽ നിന്ന് വീണ്ടും മാറി നേരെ വീണ്ടും കബനിയായിട്ട് ഒഴുകും. കണ്ടോ? ഇവിടെ നിന്നാണ് പനമരം പുഴയും മാനന്തവാടി പുഴയും സംഗമിക്കുന്നത്, കബനിയാവുന്നത്. കണ്ടോ? അതാണ് തുരുത്ത്. കണ്ടോ? ഇടതും വലത്തും 2 നദികൾ ചേർന്നതാണല്ലേ. കണ്ടോ? കരയിൽ നിന്നുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം പനമരം പുഴ. തൊട്ടപ്പുറത്ത് കുറച്ച് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഈ വീട്ടിലൊക്കെ വെള്ളം കയറും. നല്ല മഴ കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറും. പനമരം പുഴ. തൊട്ടപ്പുറത്ത് മാനന്തവാടി പുഴയുണ്ട്. മാനന്തവാടി പുഴ. ഇത് രണ്ടും കൂടി താഴെ ചേരുന്നത് നമ്മൾ കണ്ടത്. കണ്ടോ? ഇതങ്ങ് രണ്ടും കൂടി അധികം ദൂരമൊന്നുമില്ല. ഇത് രണ്ടും തമ്മിൽ താഴെ വെച്ചിട്ട് അവർ ചേർന്നിട്ട് കബനിയായിട്ട് ഒഴുകി, കബനി അങ്ങനെ ഒഴുകി വീണ്ടും ചെന്നിട്ട് ബാവലിയിൽ വെച്ചിട്ട് ഒരു നദിയും കൂടി ഇതിനകത്ത് ചേരാനുണ്ട്, ബാവലിപ്പുഴ. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും കർണാടകത്തിലേക്ക് ഒഴുകി കാവേരിയിൽ ചെന്ന് ചേരും. കാവേരിയിലേക്ക് വെള്ളം കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് നമുക്ക്. സുഹൃത്തുക്കളെ, ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.